നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വാസയോഗ്യമല്ലാത്ത വീടുകൾ അറ്റകുറ്റപ്പണികൾ ചെയ്യാനായി ധനസഹായത്തിന് അപേക്ഷിക്കാം. പദ്ധതിയിലേക്ക് ആർക്കൊക്കെ അപേക്ഷിക്കാം, ഏതൊക്കെ നിബന്ധനകൾ പാലിക്കണം തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വ്യക്തമാക്കി മനസ്സിലാക്കിയതിന് ശേഷം അർഹതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. വിശദ വിവരങ്ങളിലേക്ക് കടക്കുമ്പോൾ കമൻറ്റ് സെക്ഷൻ ഇടത്തോട്ട് വലിച്ച് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ അർഹതപ്പെട്ടവരിലേക്ക് എത്താൻ വേണ്ടി ലൈക്ക് കൂടി ചെയ്യുക. മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷന്റെ ഭവന സമുന്നതി പദ്ധതിയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. വാസയോഗ്യമല്ലാത്ത വീടുകൾ അറ്റകുറ്റപ്പണികൾ നടത്തി താമസയോഗ്യമാക്കാൻ പദ്ധതിയിലൂടെ ധനസഹായം ലഭിക്കുന്നതാണ്. സെപ്റ്റംബർ 1 മുതൽ 30 വരെയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം. ധനസഹായമായി ലഭിക്കുന്ന പരമാവധി തുക 2 ലക്ഷം രൂപയാണ്. കേരള സംസ്ഥാനത്തെ സംവരണേതര വിഭാഗത്തിൽപ്പെട്ട 4 ലക്ഷം രൂപയിൽ താഴെ കുടുംബ വാർഷിക വരുമാനമുള്ളവർക്കാണ് ഭവന സമുന്നതി പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. ആയതിനാൽ മുന്നോക്ക സമുദായത്തിൽപ്പെട്ടയാളാണെന്ന് തെളിയിക്കാൻ ജാതി സർട്ടിഫിക്കറ്റ്, SLC സർട്ടിഫിക്കറ്റിലെ ജാതി രേഖപ്പെടുത്തിയ പേജ് തുടങ്ങിയവ ഹാജരാക്കാം. വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. എല്ലാ മാർഗങ്ങളിലൂടെയുമുള്ള വാർഷിക വരുമാനം 4 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. കുടുംബ വാർഷിക വരുമാനമാണ്. അത് അപേക്ഷകന്റെ പേരിലായിരിക്കണം വാങ്ങിക്കേണ്ടത്. വ്യക്തിഗത വരുമാന സർട്ടിഫിക്കറ്റ് പറ്റില്ല. ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. കാരണം എല്ലാ നിബന്ധനകളും നിർദ്ദേശങ്ങളും പാലിക്കുന്ന അപേക്ഷകരെയാണ് ധനസഹായത്തിനായി പരിഗണിക്കുക. പുനരുദ്ധാരണത്തിന് ഉദ്ദേശിക്കുന്ന വീട് നിൽക്കുന്ന ഭൂമിയും അപേക്ഷകന്റെ പേരിലുള്ളതായിരിക്കണം. വീടിന്റെ ഉടമസ്ഥൻ തന്നെ അപേക്ഷിക്കണമെന്നർത്ഥം. അതിനായി ഉടമസ്ഥാവകാശം തെളിയിക്കേണ്ടതായിട്ടുണ്ട്. ഉടമസ്ഥാവകാശം തെളിയിക്കാനായി 2025-2026 സാമ്പത്തിക വർഷത്തെ വീട്ടുനികുതി അടച്ച റെസീറ്റ്, ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് എന്നിവ ഹാജരാക്കണം. അപേക്ഷകനായ വീട്ടുടമസ്ഥൻ പ്രസ്തുത വീട്ടിലെ സ്ഥിരതാമസക്കാരനായിരിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് നിശ്ചിത മാതൃകയിലുള്ള സാക്ഷ്യപത്രം അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതുണ്ട്. വീട്ടുനികുതി അടച്ച റെസീറ്റ്, ഭൂമിയുടെ കരമടച്ച റെസീറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ് തുടങ്ങിയവ നിർബന്ധമാണ്. അപേക്ഷകൻ വീട്ടുനികുതിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടയാളാണെങ്കിൽ അത് തെളിയിക്കുന്ന അപേക്ഷകന്റെ പേരിലുള്ള സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം ഹാജരാക്കണം. പ്രധാനമന്ത്രി ആവാസ് യോജന അഥവാ PMAY, ലൈഫ് മിഷൻ പദ്ധതി എന്നിവ പോലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭവന പദ്ധതികളിൽ 10 വർഷത്തിനുള്ളിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ അപേക്ഷിക്കാൻ അർഹരല്ല. വീടിന്റെ അഡ്രസ്സും അപേക്ഷകൻ ഉൾപ്പെടുന്ന റേഷൻ കാർഡിലെ അഡ്രസ്സും ഒന്നു തന്നെയായിരിക്കണം. വീട് ഉൾപ്പെടുന്ന ഭൂമിയും ഒന്നിൽ കൂടുതൽ വ്യക്തികളുടെ പേരിലുള്ളതാണെങ്കിൽ അവകാശികളായ മുഴുവൻ പേരുടെയും സമ്മതപത്രം മുദ്രപത്രത്തിൽ ഹാജരാക്കണം. ഏറ്റവും ഒടുവിൽ ലഭിച്ച പുതിയ റേഷൻ കാർഡായിരിക്കണം ഹാജരാക്കേണ്ടത്. റേഷൻ കാർഡ് AAY അല്ലെങ്കിൽ PHH, അതായത് മഞ്ഞയോ പിങ്കോ വിഭാഗത്തിൽപ്പെട്ടതായിരിക്കണം. സർക്കാരിൽ നിന്ന് ഫണ്ട് ലഭിക്കുന്നതിനനുസൃതമായാണ് ധനസഹായം ലഭ്യമാവുക. നിശ്ചിത സമയത്തിനുള്ളിൽ ലഭിക്കുന്ന അപേക്ഷകളിൽ ഏറ്റവും കുറഞ്ഞ കുടുംബ വാർഷിക വരുമാനം അടിസ്ഥാനമാക്കിയാണ് ഗുണഭോക്തൃ പട്ടിക തയ്യാറാക്കുക. ഒരേ വരുമാനമുള്ളവരുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒറ്റപ്പെട്ട സ്ത്രീ, വിധവ, അവിവാഹിത, വിവാഹബന്ധം വേർപിരിഞ്ഞവർ, ആശ്രിതരില്ലാത്ത സ്ത്രീ തുടങ്ങിയവർ, ഗൃഹനാഥയായ അല്ലെങ്കിൽ ആശ്രയമായവർ, സംരക്ഷിക്കാൻ ആരുമില്ലാത്ത കുട്ടികൾ മാത്രമുള്ള കുടുംബം, ട്രാൻസ്ജെൻഡേഴ്സ്, ഗൃഹനാഥരായ കുടുംബം തുടങ്ങിയവരെ പരിഗണിക്കും. മറ്റൊരു കാര്യം കൂടിയുണ്ട്. പുനരുദ്ധാരണം ചെയ്യേണ്ട വീട് ഉൾപ്പെട്ട വസ്തു എന്നിവയിന്മേൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിയമപരമായ തടസ്സമുണ്ടാകുന്ന തരത്തിലുള്ള കേസുകളോ തർക്കങ്ങളോ നിലവിലുണ്ടെങ്കിൽ അത്തരം അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല. അങ്ങനെയുള്ളവർ അപേക്ഷിക്കേണ്ടതില്ല. അതുപോലെ തന്നെ അപേക്ഷകന്റെ പേരും മേൽവിലാസവും അപേക്ഷയിലും ബന്ധപ്പെട്ട രേഖകളിലും ഒരുപോലെയായിരിക്കണം. വ്യത്യാസമുണ്ടെങ്കിൽ രണ്ടും ഒന്നു തന്നെയാണ് എന്ന് തെളിയിക്കുന്ന 1 and the same സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം ഹാജരാക്കണം. അല്ലാത്ത പക്ഷം അങ്ങനെയുള്ള അപേക്ഷകൾ നിരസിക്കപ്പെടും. മറ്റൊരു പ്രത്യേക കാര്യം, വീടിന്റെ അറ്റകുറ്റപ്പണിക്ക് മാത്രമാണ് ധനസഹായം. പുതിയ വീട് വെക്കാനോ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടിന്റെ പണി പൂർത്തിയാക്കാനോ ധനസഹായം ലഭിക്കില്ല.
അറ്റകുറ്റപ്പണിക്ക് ആവശ്യമായ കെട്ടുറപ്പുള്ള വീടുകൾ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. ബലക്ഷയമുണ്ടെന്ന് കരുതി വീട് പൂർണ്ണമായി പൊളിച്ചു മാറ്റി പുതിയ വീട് പണിയുക എന്നത് അനുവദനീയമല്ല. അപേക്ഷ മുഴുവനായി പൂരിപ്പിച്ച് അപേക്ഷകർ ഒപ്പിട്ട് നിർബന്ധമായ എല്ലാ രേഖകളും ഉൾപ്പെടുത്തിയ അപേക്ഷകളാണ് പരിഗണിക്കുക. അപൂർണമായതോ രേഖകൾ ഉൾപ്പെടുത്താത്തതോ ആയ അപേക്ഷകൾ നിരസിക്കപ്പെടും. തിരഞ്ഞെടുക്കപ്പെടുന്ന വീടുകൾ കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥർ കോർപ്പറേഷൻ നിയോഗിക്കുന്ന എഞ്ചിനീയറുടെ സാന്നിധ്യത്തിൽ പരിശോധിച്ച് അറ്റകുറ്റപ്പണിക്കുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കും. അംഗീകരിക്കപ്പെട്ട എസ്റ്റിമേറ്റുകളുടെ അടിസ്ഥാനത്തിൽ ഗുണഭോക്താക്കൾക്ക് ധനസഹായം അനുവദിക്കും. പുനരുദ്ധാരണത്തിന്റെ ആവശ്യകതയ്ക്കനുസരിച്ച് തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം ആവശ്യമായ തുക മാത്രമേ അനുവദിക്കുകയുള്ളൂ. പരമാവധി ലഭിക്കാവുന്ന ധനസഹായം 2 ലക്ഷം രൂപയാണ്. ഇത് 2 ഗഡുക്കളായാണ് ലഭിക്കുക. തെറ്റായ വിവരങ്ങൾ നൽകി ആനുകൂല്യം കൈപ്പറ്റുകയോ കൈപ്പറ്റിയ ശേഷം അംഗീകൃത എസ്റ്റിമേറ്റ് പ്രകാരം അറ്റകുറ്റപ്പണി നടത്താതിരിക്കുകയോ ചെയ്യുന്നവർ അനുവദിച്ച തുക 12% കൂട്ടുപലിശയും ചേർത്ത് തിരിച്ചടയ്ക്കേണ്ടതായി വരും. പിന്നീട് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ അർഹതയും ഉണ്ടായിരിക്കില്ല. ധനസഹായം സംബന്ധിച്ച് കോർപ്പറേഷന്റെ തീരുമാനം അന്തിമമായിരിക്കും. അപേക്ഷകൾ തപാലിലോ നേരിട്ടോ സമർപ്പിക്കാം. അപേക്ഷകൾ 30/1/2025 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി കോർപ്പറേഷന് ലഭിച്ചിരിക്കണം. ശേഷം ലഭിക്കുന്ന അപേക്ഷകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കില്ല. മുന്നോക്ക വിഭാഗ കോർപ്പറേഷന്റെ വെബ്സൈറ്റ് ലിങ്ക്, ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക്, കോർപ്പറേഷന്റെ അഡ്രസ്സ്, വിളിക്കാനുള്ള നമ്പർ തുടങ്ങിയവ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീണ്ടും മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോ.